നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 6 NCERT ആയിരുന്നു. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ് 6 NCERT ആയിരുന്നു. ക്ലാസ് 6 NCERTയിലെ 3 ബുക്ക് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 3 ബുക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് പൊളിറ്റി മാത്രമാണ്. സോ പൊളിറ്റിയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ക്ലാസ് 6 NCERT വിൽ ബി ഓവർ. അങ്ങനെ ക്ലാസ് 6 NCERT കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ we will be next moving on to test series. Okay, we will be moving on to test series. But test seriesലേക്ക് വരുന്ന സമയത്ത് you should be very careful. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്ലാസ് 6 NCERT ബേസ് ആയിട്ടായിരിക്കും ടെസ്റ്റ് സീരീസ് വരുന്നത്. പക്ഷെ ക്ലാസ് 6 NCERTയിലുള്ള കണ്ടന്റ് മാത്രമായിരിക്കില്ല ടെസ്റ്റ് സീരീസിൽ വരുന്നത്. ഡെഫിനറ്റ്ലി എക്സ്ട്രാ കണ്ടന്റും കൂടെ അതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ രണ്ട് രീതിയിലാണ് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഐദർ ഇറ്റ് വിൽ ബി ലൈക്ക് 100 ക്വസ്റ്റ്യൻ, UPSCയുടെ അതേ പാറ്റേണിന്റെ 100 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു സിംഗിൾ ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അതല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2 ടെസ്റ്റുകളായിട്ടായിരിക്കും നടത്തുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതുപോലെ 50 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള 2 ടെസ്റ്റ് ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾക്ക് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഫസ്റ്റ് തന്നെ പോയിട്ട് ഒരു 100 ക്വസ്റ്റ്യൻസ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ ആദ്യത്തെ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ്. എങ്ങനെയാണ് ഒരു ടെസ്റ്റ് സീരീസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ടെസ്റ്റ് സീരീസിനെ ബേസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് അടുത്ത ടെസ്റ്റ് സീരീസിന് യു ക്യാൻ പ്രിപ്പയർ. അപ്പം നിങ്ങളുടെ തെറ്റുകൾ തിരുത്തിയിട്ട് എത്രത്തോളം ഡെപ്തിലേക്ക് പോകണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ NCERT വായിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, NCERT മാത്രം റീഡ് ചെയ്താൽ പോരാ, അതിൽ വരുന്ന ഓരോ ടേമും ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നിങ്ങളൊന്ന് റീഡ് ചെയ്യണം. അക്കോർഡിംഗ്ലി ആയിരിക്കണം നിങ്ങൾ നോട്ട് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ഒരു വർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. അത്രത്തോളം ഡെപ്തിലേക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. കുറെ കൂടെ വൈഡ് ആയിട്ട് പുതിയ കുറെ കൺസെപ്റ്റുകൾ ടെസ്റ്റ് സീരീസ് എടുക്കുന്നതിലൂടെ നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഒരുപാട് ഫാക്ടേഴ്സ് കൂടുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു NCERTയുടെ കോഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഡെഫിനറ്റ്ലി ക്ലാസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ഇനി നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ടെസ്റ്റ് സീരീസ് ആണ്. ഈ ടെസ്റ്റ് സീരീസിലെ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് പ്രിലിംസ് ബേസ്ഡ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, അതുപോലെ മെയിൻസ് ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അപ്പം ഈ രൂപത്തിലായിരിക്കും NCERTയുടെ ഒരു കംപ്ലീറ്റ് ബ്രിഡ്ജ് കോഴ്സ് വരുന്നത്. വൺസ് ദിസ് ഇസ് കംപ്ലീറ്റഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് UPSCയുടെ ആ ഒരു ഹാങ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കിട്ടും. UPSC എക്സാമിനേഷൻ എങ്ങനെയായിരിക്കണം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ NCERT നിങ്ങൾ തറവായിട്ട് ആ രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സും ഒക്കെ അതേ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നൗ വി ആർ മൂവിങ് ഓൺ ടു പൊളിറ്റി. ഓക്കെ, സോ പൊളിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. മറ്റേ എക്സാമിന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കുമോ? ഹിസ്റ്ററിയും ജോഗ്രഫിയും അങ്ങനെ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. സംടൈംസ് ലൈക്ക് ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ വരുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ച കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. പ്ലസ് ഒരു 10 ക്വസ്റ്റ്യൻസ്. അത് ഏത് ടെസ്റ്റ് സീരീസ് ആയി കഴിഞ്ഞാലും ഇതുപോലൊരു 10 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിക്കാത്ത പുതിയ കണ്ടന്റിൽ നിന്ന് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. കാരണം UPSCയുടെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. നിങ്ങൾ UPSCയുടെ മുഴുവൻ സിലബസ്, എല്ലാ ടെക്സ്റ്റ് ബുക്ക്, ലൈക്ക് എല്ലാ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് മൊത്തം നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാലും ഒരു 80 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ട് പരിചയത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബൗൺസേഴ്സ്. അപ്പൊ അതേ ഒരു പാറ്റേൺസ് നമ്മൾ ഇവിടെയും കീപ്പ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സർപ്രൈസ് ഫാക്ടർ ഇനീഷ്യൽ മുതൽ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് മുതൽ നിങ്ങളുടെ ഫൈനൽ ഫുൾ ടെസ്റ്റ് വരെയുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അതേ പാറ്റേണിൽ തന്നെ പോകണം. അപ്പൊ UPSCയുടെ ആ ഒരു സെയിം പാറ്റേൺ, ആ ഒരു സെയിം നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. സോ ഇനീഷ്യലി നിങ്ങൾ എടുക്കുന്ന ടെസ്റ്റ് നമ്മളൊരു PSC ലെവലിലേക്കോ അങ്ങനെ ലൈക്ക് ഒരു ലോവർ ലെവലിലേക്ക് ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ്. UPSCയുടെ അതേ നിലവാരത്തിൽ NCERTയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉള്ളത്, ഈ ക്ലാസ് 6 NCERT ബേസ് വെച്ചുകൊണ്ട് അതേ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ എടുക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ 50% കണ്ടന്റ് നിങ്ങൾ NCERTന്ന് പഠിച്ചതായിരിക്കും, ബാക്കി 50% സെയിം കണ്ടന്റിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും. പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ ബേസിലൊക്കെ ആയിരിക്കും ഒരു 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതേ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ
ടെസ്റ്റ് സീരീസ് മുഴുവൻ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ഓക്കെ, സോ ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് സീരീസിന്റെ മാർക്ക് കുറയുന്നു അല്ലെങ്കിൽ ലൈക്ക് എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ UPSCക്ക് വേണ്ടിയിട്ട് അതേ പാറ്റേണിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനീഷ്യലി നോക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെഫിനറ്റ്ലി ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് അതിൽ ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ആൻസർ. ബാക്കിയുള്ള ഒരു ലൈക്ക് 10 to 15 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് അപ് ടു ദ UPSC സ്റ്റാൻഡേർഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഒരു UPSC മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് ടെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത് കീപ്പ് ചെയ്യുക. ലൈക്ക് ഒരുപാട് മാർക്ക് കിട്ടുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കണ്ട. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, കാരണം ആ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, നിങ്ങൾ ഇനീഷ്യലി ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനീഷ്യൽ ആയിട്ടുള്ള ആ സ്റ്റേജിൽ തന്നെ നിങ്ങൾ അതൊന്ന് കണ്ട് പരിചയപ്പെട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും പേടിയോ എക്സാം ഫിയറോ അതല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും ഇനീഷ്യൽ ആ ഫിയറിനെ ഫേസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. സോ ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു മീറ്റ് ദാറ്റ് ഫിയർ. ആ ഒരു ഫിയറിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു ഫേസ് ഇറ്റ് ഹെഡ് ഓൺ. സോ ദാറ്റ്സ് റിഗാർഡിങ് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ ഓഫ് ദി ചാപ്റ്റർ 1. ഓക്കെ, സോ പൊളിറ്റിയാണ് ഇതിൽ ഫസ്റ്റ്. ഡെഫിനറ്റ്ലി നമ്മളുടെ പൊളിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റീസൺ ഇസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. കാരണം അത്രയേറെ ഡൈവേഴ്സിറ്റി. ഇറ്റ്സ് ലൈക്ക് എ മിനി വേൾഡ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ മിനി വേൾഡ്. ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയൻ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ആ ഡൈവേഴ്സിറ്റിയെ ഇറ്റ് ഹാസ് ടു ബി ബ്രോട്ട് ഇൻ യൂണിറ്റി. അവിടെ എന്തുണ്ടാവാൻ പാടില്ല? ദർ ഷുഡൻ ബി എനി സ്റ്റീരിയോ ടൈപ്പ്. അവിടെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാവാൻ പാടില്ല, പ്രജുഡൈസ് ഉണ്ടാവാൻ പാടില്ല, ഇനീക്വാലിറ്റി ഉണ്ടാവാൻ പാടില്ല. ഓർ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അവിടെ ഉണ്ടായിരിക്കണം ആ ഒരു സൊസൈറ്റിയിൽ. So basically, Constitution want to build an egalitarian society. Egalitarian society means an ideal society where everyone is treated equal, everyone is getting equal opportunity, everyone's right is being protected, justice is being upheld. So such a society is called an egalitarian society. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയേറെ ഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഡിഫറെന്റ് റിലീജിയൻസ് വരുന്നുണ്ട്. ഈ റിലീജിയൻസിന് എല്ലാത്തിനും ഒരേപോലെ ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടണം. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 25 to 29 വരെയുള്ള ആർട്ടിക്കിൾസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ റൈറ്റ് ടു റിലീജിയൻ. റൈറ്റ് ടു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 25 to 29 വരെ വരുന്നത്. ഓക്കെ, സോ വൈ ദിസ് ഇസ്? It is actually to protect the rights to religion. Different religion തമ്മിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇന്ത്യയിൽ ഒരുപാട് റിലീജിയൻ ഉള്ളത് കൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾസിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു ഹോമോജിനസ് സൊസൈറ്റിയാണ്, ഒരു റിലീജിയൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആർട്ടിക്കിൾസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇനി അതുപോലെ തന്നെ എന്തുണ്ട്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വരുന്നുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വരുന്നുണ്ട്. So why these constitutional bodies? These are to protect different sections of the society. The National Commission for Scheduled Caste അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്? ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രൈബൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് രണ്ടും കവർ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 338 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, 330A, 338B. സോ ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദിസ് കംസ് ഫ്രം ദ ഡൈവേഴ്സിറ്റി. ഇനി ഇതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ലൈക്ക് ആർട്ടിക്കിൾ 371. ഓക്കെ, 370 is for കാശ്മീർ. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില പദവികളൊക്കെ 371 കവർ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ 371 വരുന്ന മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള എത്നിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുണീക്ക് ആണ്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് നാഗാലാൻഡ്, ഓക്കെ, ദാറ്റ് ഇസ് ലൈക്ക് ട്രൈബൽ പോപ്പുലേഷൻ ആണ്. നാഗ ട്രൈബ്സ് ആർ ദെയർ. ഓക്കെ, നോട്ട് ജസ്റ്റ് നാഗ ട്രൈബ്സ്, ദർ ആർ ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ആർ ദെയർ. മീത്തീസ്, കുക്കീസ്, ഇങ്ങനെ ഒരുപാട് ട്രൈബ്സ് നോർത്ത് ഈസ്റ്റിൽ വരുന്നുണ്ട്. ബട്ട് ആസ് ഇൻ നാഗാലാൻഡ് ദ മോസ്റ്റ് പ്രൊമിനന്റ് ട്രൈബ് ഇസ് നാഗാസ്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്. ഞാൻ ഡൈവേഴ്സിറ്റിയുടെ പെർസ്പെക്റ്റീവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി? എപ്പോഴും UPSC പഠിക്കുന്ന സമയത്ത് ഡയമെൻഷൻസ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ UPSCയുടെ മെയിൻസ് ആൻസർ ആയാലും പ്രിലിംസ് ആയാലും ഒക്കെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് യു ഷുഡ് തിങ്ക് മൾട്ടി ഡയമെൻഷനലി എന്നാണ്. സോ ദാറ്റ് മൾട്ടി ഡയമെൻഷണൽ തോട്ട് ഷുഡ് ബി ദെയർ. സോ ഡൈവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഒന്ന് നോക്കുക. ദ ഫസ്റ്റ് ഇസ് ജെൻഡർ. സോ ഏർലിയർ ജെൻഡറിന് 2 ഡയമെൻഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, മെൻ ആൻഡ് വുമൺ. നൗ ഇറ്റ് ഇസ് ലൈക്ക് മൾട്ടി ഡയമെൻഷണൽ ആണ്. ഫസ്റ്റ് ലൈക്ക് മെൻ വരുന്നുണ്ട്, ദെൻ ലൈക്ക് വുമൺ വരുന്നുണ്ട്, ദെൻ ലൈക്ക് അതർ LGBTQ+. These are also coming. Okay, so gender is also becoming like diverse. Then there comes like language. Okay, so language is there. ഇത്തരത്തിലുള്ള ലാംഗ്വേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് 22ഓളം ലാംഗ്വേജ് എന്തുകൊണ്ട് കവർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദി ലാംഗ്വേജസ്. ഓക്കെ, സോ ആ ലാംഗ്വേജസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ആൾസോ കംസ് ഫ്രം ദ ഡൈവേഴ്സിറ്റി. ഇനി അതല്ലാതെ ഈ ലാംഗ്വേജസിന്റെ തന്നെ അടുത്തൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ദർ ഇസ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ body or the officer is there, Article 350B. Okay, Article 350B under London there is a separate or a special language officer is there, constitutional body ആണ്. Okay, so that is also important. ഇപ്പൊ ലാംഗ്വേജിന് എന്തുണ്ട്, ഒരുപാട് ഡയമെൻഷൻസ് വരുന്നുണ്ട്. Then coming to the next, ethnic groups. Ethnic groups, different ആയിട്ടുള്ള ethnic groups വരുന്നുണ്ട്. And the most important ethnic groups is like ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓർ ദ ട്രൈബൽ ഗ്രൂപ്പ്സ്. അപ്പം ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ആൾസോ കംസ് അണ്ടർ ദിസ്. സോ ജെൻഡർ വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്, എത്നിക് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്, ദെൻ ലൈക്ക് റിലീജിയസ് കസ്റ്റംസ് വരുന്നുണ്ട്. ഓക്കെ, കസ്റ്റംസ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റിലീജിയസ് കസ്റ്റംസ് പ്രാക്ടീസസ് ഇതിനൊക്കെ ലൈക്ക് ചിലപ്പം ഇറ്റ് മേ ബി കംസ് അണ്ടർ ദ റിലീജിയൻ. അപ്പൊ ഒരാൾക്ക് ലൈക്ക് ഇത്തരത്തിലുള്ള കസ്റ്റംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിരിക്കും. ചിലപ്പോൾ ഇത്തരത്തിലുള്ള കസ്റ്റംസ് സൊസൈറ്റിക്ക് എഗൻസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യണം. അപ്പൊ ഇതിനെല്ലാം എവിടെ കവർ ചെയ്യുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റില് കവർ ചെയ്യുന്നുണ്ട്. സോ കസ്റ്റംസ് ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഡിഫറെന്റ് സൊസൈറ്റിയിൽ കസ്റ്റംസ് വരുന്നുണ്ട്, ഡിഫറെന്റ് സോഷ്യൽ പ്രാക്ടീസസ് വരുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 2 ഇതിന്റെ അകത്ത് ഡിഫറെന്റ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു റെസ്ട്രിക്ഷൻ ആണ് സോഷ്യൽ മൊറാലിറ്റി. സോഷ്യൽ മൊറാലിറ്റി, സൊസൈറ്റിയുടെ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് അല്ലാത്ത രൂപത്തിൽ നമുക്ക് നമ്മുടെ റൈറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ലൈക്ക് എനിക്ക് മറ്റൊരാളെ ചീത്ത പറയാൻ പറ്റില്ല, മറ്റൊരാൾക്കെതിരെ ഡിഫമേഷൻ, അയാളുടെ ഹോണറിനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും കളവോ കാര്യങ്ങളോ അതൊന്നും പ്രചരിപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഡൈവേഴ്സിറ്റിയുടെ ഡയമെൻഷൻസും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? സോ എനി അതർ ഡയമെൻഷൻസ് യു ക്യാൻ തിങ്ക് ഓഫ് ഡൈവേഴ്സിറ്റിയുടെ? ഓൾറെഡി നമ്മൾ ലൈക്ക് ജെൻഡർ പറഞ്ഞിട്ടുണ്ട്, ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്, എത്നിക് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇതല്ലാതെ പിന്നീട് വരുന്നത് നമ്മുടെ സോഷ്യൽ ഡയമെൻഷനിൽ വരുന്ന ചില ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്ര പ്രൊമിനന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ബട്ട് എനിവേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്. ദ ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് വെൽത്ത്. വെൽത്തിൽ എന്തുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. റിച്ച് ഉണ്ട്, പുവർ ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ്, ആൻഡ് വി ഹാവ് ലൈക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ.
അപ്പം വെൽത്തിൽ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ഏജ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജസ്, അതിലെന്തുണ്ട്, നമ്മൾ ഡൈവേഴ്സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് ന്യൂ ബോൺ ബേബി മുതൽ ലൈക്ക് 100+ ആയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്. സോ ഇറ്റ്സ് ഓൾസോ ലൈക്ക് എ ഹ്യൂജ് ഡൈവേഴ്സിറ്റി. ഏജ് ബേസ് ചെയ്തിട്ടുള്ള ഡെമോഗ്രാഫിക് സ്റ്റഡീസ് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ എക്കണോമി പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, ഡെമോഗ്രാഫിക് സ്റ്റഡീസ്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓൾഡ് ഏജ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള സിൽവർ എക്കണോമി, ഇങ്ങനത്തെ കുറച്ച് ടേമുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. സോ ഏജ് ഇസ് ഓൾസോ വൺ ഡൈവേഴ്സിറ്റി. ഓക്കെ, ദെൻ ഇത് കൂടാതെ പിന്നെ പറയാൻ പറ്റുന്ന ഒരു ലൈക്ക് ഒരു നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ. ഓക്കെ, ഓർ ലൈക്ക് ലിറ്ററസി. സോ എഡ്യൂക്കേഷൻ ഓർ ലിറ്ററസിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സോ ലൈക്ക് ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലൈക്ക് കേരളം ഉണ്ട്, അതുപോലെ ലൈക്ക് ബീഹാർ ഉണ്ട്. കേരള is often considered as one of the most literate and Bihar is one of the lowest literate state in India. അപ്പൊ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് there exists diversity. Okay, then there is like skill സെറ്റിലുള്ള diversity you can see. Okay, it may be like ഫൈനാൻഷ്യൽ സ്കിൽ ആയിരിക്കാം, എഡ്യൂക്കേഷൻ സ്കിൽ ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഡിജിറ്റൽ സ്കിൽ ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിജിറ്റൽ ഡിവൈഡ്, എഡ്യൂക്കേഷണൽ ഡിവൈഡ്, ഫൈനാൻഷ്യൽ ഡിവൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് മെയിൻസ് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ഡയമെൻഷൻസ് ഡൈവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റിയിൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് ഇനീക്വാലിറ്റി. ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഇനീക്വാലിറ്റി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് റിച്ച് ആൻഡ് പുവർ, റിച്ച് ഉണ്ട്, പുവർ ഉണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് റിച്ച് ആൻഡ് പുവർ ഇസ് എക്സിസ്റ്റിംഗ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യവും ദേ ക്യാൻ ആക്സസ് ഇറ്റ് ഫസ്റ്റ്. ദേ ക്യാൻ അഫോർഡ് ലൈക്ക് ദ ഗുഡ് ഹെൽത്ത് കെയർ, നല്ല ഹെൽത്ത് കെയർ ആദ്യം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗുഡ് എഡ്യൂക്കേഷൻ ദേ ക്യാൻ ആക്സസ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദർ ഇസ് എ റിച്ച് പേഴ്സൺ. ഓക്കെ, റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ട്. സോ അദ്ദേഹത്തിന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ദേ ക്യാൻ അഫോർഡ് എ ലക്ഷൂറിയസ് സിവിൽ സർവീസ് കോച്ചിങ് ഇൻ ഡൽഹി. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് ദിസ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എ പുവർ. ഒരു പുവർ ആയിട്ടുള്ള ആൾക്ക് അത് പറ്റില്ല. ഹി മേ ബി ലൈക്ക് പെർസ്യൂയിങ് സെൽഫ് സ്റ്റഡി. പക്ഷെ ഇവർ രണ്ടുപേരും എഴുതുന്നത് ഒരേ എക്സാം ആണ്. ഇവിടെയുള്ള ആളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് there are like multiple institutions are there, multiple resources are there, multiple classes are there, but here he has to do it everything alone. അപ്പൊ നമുക്ക് ഈ ഒരു UPSC എക്സാമിനേഷൻ എന്ന് പറയുന്നത് is it completely justiciable എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can't answer that properly. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അപ്പൊ എക്കണോമിക്കലി പുവർ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ we are providing them reservation. ഇത്തരത്തില് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ അത്തരം പോളിസികൾക്ക് പൊതുവായിട്ട് പറയുന്ന ഒരു വാക്കാണ് അഫർമേറ്റീവ് ആക്ഷൻ. അഫർമേറ്റീവ് ആക്ഷൻ. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് മെയിൻസിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു കീവേഡാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള അഫർമേറ്റീവ് ആക്ഷൻ കൊണ്ടുവരേണ്ടി വരും. സോ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഹിയർ യു ക്യാൻ സീ ദ ഇനീക്വാലിറ്റി, റിച്ച് വേഴ്സസ് പുവർ ഇസ് ദിയർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലൈക്ക് ഡിജിറ്റൽ സ്കില്ലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല സ്കിൽ ഉണ്ടായിരിക്കും, ചില ആളുകൾക്ക് അത്രത്തോളം സ്കിൽ ഉണ്ടായിരിക്കില്ല. ചില ആളുകൾ ഇപ്പോഴും ഇന്നേവരെ മൊബൈലുകൾ കാണാത്ത ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, ഇന്റർനെറ്റ് ഒന്നും ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും നമ്മുടെ ഡിജിറ്റൽ പെനട്രേഷൻ നമ്മുടെ റൂറൽ ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റിൽ ലൈക്ക് ഓൾമോസ്റ്റ് 60% മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40% റൂറൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതുവരെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മൾ എത്രത്തോളം ഡിജിറ്റൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും അതുപോലുള്ള ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ഇസ് ഡിയർ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡിജിറ്റൽ ഡിവൈഡ് ഇസ് എക്സിസ്റ്റിംഗ്. അപ്പൊ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ ദ പ്രിവിലേജ്. ബാക്കിയുള്ള ആളുകൾക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പോലും അറിയാൻ പാടില്ല. അപ്പൊ അതും ഒരു ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനീക്വാലിറ്റി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് there will be affirmative action. ഓക്കെ, ഇതൊക്കെ ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ഡൈവേഴ്സിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഇനീക്വാലിറ്റിയെ കുറിച്ച് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം കൂടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഡൈവേഴ്സിറ്റി ഹൗ ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഈസ് ഇന്ററാക്ടിങ്. ഇതൊക്കെ നമ്മൾ ഡൈവേഴ്സിറ്റിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ.
So that's how you should conduct your study. ഇനി അടുത്തത് like different ആയിട്ടുള്ളത്. ഇപ്പൊ say for example like I am a man. Okay, and say for example like Anagha is a woman. Okay, അപ്പൊ എനിക്കൊരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഞാൻ ഇപ്പം അനഘനെ എങ്ങനെ നോക്കി കാണുന്നു, ഷീ ഈസ് എ വുമൺ, ഷീ ഈസ് വീക്കർ ടു മീ, എന്നേക്കാൾ ലൈക്ക് വീക്കർ ആയിട്ടുള്ള ഒരാളാണ് അനഘ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് വി കോൾ സ്റ്റീരിയോ ടൈപ്പ്. സ്റ്റീരിയോ ടൈപ്പിംഗ്. മറ്റുള്ള ആളുകളെ നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ സൊസൈറ്റി പൊതുവായിട്ട് ഒരു സെക്ഷൻ ഓഫ് ആളുകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ്. ലൈക്ക് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ വരുന്നുണ്ട്, സ്റ്റീരിയോ ടൈപ്പിംഗ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെൻ ഇസ് സുപ്പീരിയർ ടു വുമൺ. ഓക്കെ, ദിസ് stereotyping arises from the diversity. Okay, stereotyping arises from the diversity. Gender based ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. Then comes like social status. Social status. Okay, so we consider some job as like privileged, or like some we consider some job as like glorified. Okay, so based upon that there is social status. This lead to like rich is better than poor. Okay, ഞാൻ പണക്കാരനാണ്, മറ്റവൻ പാവപ്പെട്ടവനാണ്. സോ ദിസ് ഡിവൈഡ് ഇസ് ദിയർ, സ്റ്റീരിയോ ടൈപ്പിംഗ് ഇസ് ദിയർ. ഓക്കെ, അതായത് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ദർ വിൽ ബി മാനേഴ്സ്, പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ദർ വോണ്ട് ബി മാനേഴ്സ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ആണ്. ദിസ് ആൾസോ അറൈസസ് ഫ്രം ദ ഡൈവേഴ്സിറ്റി ഓർ ദ പ്രോബ്ലം ക്രിയേറ്റിംഗ് ബിക്കോസ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. ഓക്കെ, ദിസ് ഇസ് സ്റ്റീരിയോ ടൈപ്പിംഗ്. ദെൻ അടുത്ത ഒരു കാര്യം കൂടെ ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, that diversity creating divide. ഓക്കെ, അതായത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തു പോകാൻ പറ്റാത്ത സാഹചര്യം. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ ഡിവൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് കേരളക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, തമിഴ്നാടുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹിന്ദു ആൻഡ് മുസ്ലിം. Okay, so like one section is saying like the other has to like vacate India. So this also comes from the diversity. So one problem creating by the diversity is this kind of divide. ഇതിനൊക്കെ ഡിഫറെന്റ് ഡയമെൻഷൻ ഇനിയും നിങ്ങൾ പഠിക്കും. ഡൈവേഴ്സിറ്റിയിൽ നിന്നുണ്ടാവുന്ന ഡിവൈഡ്, ആ ഡിവൈഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് വരുന്നുണ്ട്. ലൈക്ക് റീജിയണലിസം, then like communalism is coming, ethnic clash is coming. Okay, then like son of soil sentiment is there. ഇങ്ങനെ ഇതിന്റെ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഇനിയും നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പം അതിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രൻസ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈക്ക് ഡൈവേഴ്സിറ്റിയുടെ ഡയമെൻഷൻസ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ലൈക്ക് സ്റ്റീരിയോ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്, ദെൻ ലൈക്ക് ഡൈവേഴ്സിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഡിവൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യു ഹാവ് ടു കീപ് ദിസ് തിങ്സ് ഇൻ മൈൻഡ് വൈൽ റീഡിംഗ് ദിസ് ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് ചാപ്റ്റർ. സോ ഫസ്റ്റ് ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്, ലാംഗ്വേജിനെ കുറിച്ചിട്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇതിന്റെ ഒക്കെ ബേസിൽ ദർ ആർ ലൈക്ക് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആർ ദെയർ, ഡിഫറെന്റ് ലൈക്ക് ഡൈവേഴ്സിറ്റീസ് ആർ എക്സിസ്റ്റിംഗ്. അപ്പം ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ലൈക്ക് ഒരു സ്റ്റോറിയാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ പൊളിറ്റിയുടെ ചാപ്റ്റർ നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്റ്റോറി കാര്യങ്ങളായിരിക്കും കിട്ടുന്നത്. ബട്ട് ഈച്ച് ഓഫ് ദ സ്റ്റോറി ഇൻഡിക്കേറ്റ്സ് സംതിങ്. ഓക്കെ, സോ ദിസ് ഓൾ ലൈക്ക് ഡിഫറെന്റ് സ്റ്റോറി, ജസ്റ്റ് റീഡ് ഇറ്റ്. Yeah, here you can see like caste system. This is another inequality. അപ്പം ഈ ചാപ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇനീക്വാലിറ്റീസ് ദിയർ. അപ്പൊ അതിൽ നമ്മൾ ജെൻഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ തിങ് ഇസ് ലൈക്ക് ദ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട്. ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ടു എനി വൺ റിലീജിയൻ. നമ്മൾ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഹിന്ദു റിലീജിയൻ മാത്രമായിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ഇൻ ടു ഹിന്ദു റിലീജിയൻ. ഞാൻ കഴിഞ്ഞ ഹിസ്റ്ററി ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് റിലീജിയൻസ് ആർ ലൈക്ക് ഇന്ററാക്ടിങ് ഇൻ ഇന്ത്യ. ഒരു റിലീജിയൻ എന്നുള്ള കാര്യം അടുത്ത റിലീജിയൻ എടുക്കുന്നുണ്ട്, ആ റിലീജിയൻ എന്നുള്ളത് വേറെ റിലീജിയനിലേക്ക്. അതുപോലെ ദർ ഇസ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. ഒരു പ്യുവർ ഫോമിലുള്ള റിലീജിയൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദർ ഇസ് ലൈക്ക് ദിസ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ അസിമിലേഷൻ കാരണം ഈച്ച് റിലീജിയൻ ഹാസ് അഡോപ്റ്റഡ് സംതിങ് ഫ്രം ദി അതർ റിലീജിയൻ. Okay, so this caste system is existing in the Christianity. It is also existing among the Muslim community. Okay, it's also existing in the Parsi community.
So this basically came from the Hindu religion, but now it is existing in every community. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള. അതുകൊണ്ടാണ് ലൈക്ക് ഈവൻ ലൈക്ക് നിങ്ങളിപ്പോൾ മുസ്ലിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ താഴെ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലൈക്ക് മാപ്പിള, ദിസ് ഇസ് വൺ കാസ്റ്റ് ഫ്രം കേരള. ഓക്കെ, സോ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഇസ് എക്സിസ്റ്റിംഗ്. ഡിഫറെന്റ് ഫോമിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് മാത്രം. സോ ഇറ്റ് ഈസ് ദിയർ ആൻഡ് ഇറ്റ് ഈസ് എ സോഷ്യൽ ഇനീക്വാളിറ്റി. Okay, so how deeper that inequality, you can read it over here. Okay, so ആ കാര്യം കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ ഒന്ന് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. Then as you can see, we will when we move forward, you will read more about this and other inequalities in the following chapters. അപ്പൊ ഇതിന്റെ ബേസിലാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ടോട്ടൽ ആയിട്ടുള്ള പഠനം വരാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് ഒരു കാര്യവും നിങ്ങൾ വിട്ടു പോകരുത് എന്ന് പറയുന്നത്. So this is it. Yeah, now let's getting into the details of the chapter diversity in India. And diversity dimensions ആയിരിക്കും ഇവിടെ വരുന്നത്. Okay, so അതിന്റെ ഒരു ലൈക്ക് എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. How different is the like diversity. Okay, so ഡൈവേഴ്സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡയമെൻഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ പ്രേ, ദെൻ ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ ഗെറ്റ് മാരീഡ്. ഓക്കെ, സോ ഈ മാരേജിനെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ UPSC സൊസൈറ്റി ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വൺ ഇസ് ലൈക്ക് ത്രൂ സൈനിങ് എ രജിസ്റ്റർ ഇൻ ദി കോർട്ട്. ഇത് നമ്മുടെ ലൈക്ക് നോർമൽ ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദെൻ ഓരോ റിലീജിയനും മാരേജ് ഇസ് ലൈക്ക് ഡിഫറെന്റ്. Okay, then different dressing culture is there. This is also one aspect of the diversity. Okay, then different greeting is there, like hello, namaste, assalamu alaikum. So this all are like different kinds of greetings. Then the different ways in which people cook rice. Okay, so namukku like kanni aanennundengil, for the others it will be like something else. Okay, like biryani, mandi, whatever it may be. Okay, so it's like cousin or like a cuisine, whatever you can say, cuisine. Okay, so if food habits and the this is also part of the diversity. Okay, and in Jharkhand many Adivasis say Johar. This is also one way to greet each other. Okay, so you should understand this thing. Basic ആയിട്ടുള്ളത് അതുപോലെ like just നിങ്ങൾക്ക് ഇപ്പോൾ say for example like if you have the ChatGPT, ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. ChatGPT ഡിഫറെന്റ് വേസ് എങ്ങനെയാണ് ഓരോ ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്. ലൈക്ക് ഹൈമൻസ് ആർ ദിയർ. ഓക്കെ, ദെൻ ലൈക്ക് നമസ്കാരം വിൽ ബി ദിയർ, ഓർ ലൈക്ക് സൂര്യ നമസ്കാരം. ആൻഡ് ഈവൻ ഫോർ ദ മുസ്ലിംസ് ഓൾസോ ദർ വിൽ ബി ലൈക്ക് നമസ്കാരം. ദിസ് ഓൾ ആർ ലൈക്ക് ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് പീപ്പിൾ പ്രേ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഡെപ്ത് ആൻഡ് വിവിഡ്നെസ് യു വിൽ ഗെറ്റ് ഇറ്റ്, ആൻഡ് ദാറ്റ് ഇസ് നീഡഡ് ഫോർ ദി UPSC മെയിൻസ് ആൻസർ. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഒരു ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിലേക്ക് എടുത്താൽ മതി. അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് യു വിൽ ഹാവ് ദ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ദ സബ്ജക്ട് ആൻഡ് ആൾസോ യു വിൽ മെമ്മറൈസ് ഓർ യു വിൽ റിമെമ്പർ ദ തിങ്സ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചില കാര്യങ്ങളാണ് ലൈക്ക് ഡൈവേഴ്സിറ്റി ഇൻ മ്യൂസിക് ഇസ് ദിയർ. സോ ഫോർ എക്സാമ്പിൾ ബേസിക്കലി നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് സിൻസ് ആൻഷ്യന്റ് ടൈം വി ഹാവ് ഡിവൈഡഡ് ലൈക്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക് വേഴ്സസ് കർണാട്ടിക് മ്യൂസിക് ഇസ് ദിയർ. Then in the Hindustani music there are like different gharanas is there, like Lahore, Gwalior, അങ്ങനെ different ആയിട്ടുള്ള gharanas you can see in Hindustani music. Then when it comes to the modern times, there are like jazz music is there, pop music is there. So this kinds of like Western music also started to influence the Indian music style. Then also there are like folklore musics are there. Okay, for example like നമ്മൾ കേരള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂതപ്പാട്ട്. Okay, പൂതപ്പാട്ട്, this is from Kerala. ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ജസ്റ്റ് മ്യൂസിക് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂതപ്പാട്ട്, ദിസ് ഇസ് ഫ്രം കേരള. യക്ഷഗാന, ദിസ് ഇസ് ഫ്രം കർണാടക. ദെൻ പാനിഹാരി ഇസ് ദിയർ, ദിസ് ഇസ് ഫ്രം ലൈക്ക് രാജസ്ഥാൻ. ഓക്കെ, പാനിഹാരി, ദിസ് ഇസ് ഫ്രം രാജസ്ഥാൻ. ദെൻ വനാവൻ, ഓക്കെ, വനാവൻ ഇസ് ദിയർ, ദിസ് ഇസ് ഫ്രം കാശ്മീർ. അപ്പൊ ഇങ്ങനെ ലൈക്ക് ഓരോ സംസ്ഥാനത്തിന്റെ ഡിഫറെന്റ് കൾച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഓൺലി യു ക്യാൻ കോഡ് ദിസ് ഇൻ ദി മെയിൻസ് ആൻസേഴ്സ്. അതുപോലെ തന്നെ UPSC എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഓരോന്ന് ചോദിക്കും, ഇതിന്റെ ഒക്കെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള രൂപത്തിലേക്ക്. സോ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ ദിസ്.
അതുകൊണ്ട് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. ഫർദർ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇൻ ഡെപ്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, ഈ പറയുന്ന രൂപത്തിലേക്ക് അത്ര ഡെപ്തിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലഡാക്ക് എടുക്കുന്ന സമയത്ത് അവിടെ സ്നോ ഡെസേർട്ട് വരുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ താർ, ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ലൈക്ക് ഡെസേർട്ട് ഇറ്റ് സെൽഫ്, ഹോട്ട് ഡെസേർട്ട് ആണ് വരുന്നത്. സാൻഡി ഡെസേർട്ട് ഇസ് കമ്മിങ്. Then when we come to the Kerala, we have like the monsoon climate. Monsoon climate, one of the best climate in India. You can experience it in Kerala. And when you go to the northeast, it is mostly rainy. And ഇന്ത്യയുടെ സെൻട്രൽ റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കോണ്ടിനെന്റൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും, വിച്ച് ഇസ് ലൈക്ക് ഹോട്ട് ക്ലൈമറ്റ്. ജസ്റ്റ് എ സെക്കൻഡ്. അത്തരത്തിലുള്ള ഒരു കോണ്ടിനെന്റൽ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. അപ്പൊ ഒരു ക്ലൈമാറ്റിക് ഡൈവേഴ്സിറ്റിയും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സമയത്ത് ദിസ് യു വിൽ ബി സ്റ്റഡിങ് ഇൻ ജോഗ്രഫി. മോസ്റ്റ്ലി ജോഗ്രഫിയിലായിരിക്കും ഇത് നിങ്ങൾ കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അത്ര ഡെപ്തിൽ പറയാതിരുന്നത്. ഓക്കെ, ബട്ട് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സൊസൈറ്റിയുടെ ആൻസറിൽ സംടൈംസ് യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ് വിത്ത് ദ ജോഗ്രഫി. ഓക്കെ, ജോഗ്രഫി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഡൈവേഴ്സിറ്റി എന്നുള്ള ടേം കേൾക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ലൈക്ക് ഹിയർ ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതായത് വിന്റർ സമയമാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഈ വിന്ററിൽ ഐസ് ആയിട്ട് വെള്ളത്തിനെ സൂക്ഷിച്ചു വെക്കും. സമ്മർ ആകുന്ന സമയത്ത് വെൻ ദേ ആർ മെൽറ്റിംഗ്, then they will consume the water. Then അതുപോലെ തന്നെ പശ്മിന ഷോൾ ഓർ പശ്മിന വൂൾ, ഇത് ഓൾറെഡി UPSC ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പശ്മിന വൂൾ എന്ന് പറയുന്നത്. ഓക്കെ, so I will just show you. So this was like one question. Okay, so ഇവിടെ ചോദിച്ചിരിക്കുന്നത് with reference to Changpa community in India, consider the following. They live mainly in the state of Uttarakhand. They rear the Pashmina goat that yield fine wool. They are kept in the category of scheduled tribe. Which of the statement given above is or are correct? അപ്പൊ നിങ്ങൾ ഈ പശ്മിന ഷോളിനെ കുറിച്ച് അല്ലെങ്കിൽ പശ്മിന വൂളിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യു ഷുഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഡെപ്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് UPSC ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യമായിരിക്കില്ല ചോദിക്കുന്നത്. നിങ്ങളുടെ പഠനം അങ്ങനെ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ പശ്മിന വൂൾന്ന് കണ്ടു കഴിഞ്ഞാൽ യു ഷുഡ് സെർച്ച് അബൌട്ട് ഇറ്റ്. നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് അറിയാത്ത പുതിയ ഓരോ ടേംസ്, പുതിയ ഓരോ കൺസെപ്റ്റ് കാണുന്ന സമയത്ത് യു ഷുഡ് സെർച്ച് ആൻഡ് യു ഷുഡ് നോ മോർ അബൌട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പശ്മിന വൂളിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സെർച്ച് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ you will come across with each of this information so that you can answer the questions very correctly. Okay, അപ്പം ജസ്റ്റ് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ചാങ്പ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദേ ആർ ഫ്രം ദി ലഡാക്ക് ആൻഡ് ദ ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തത് ഉത്തരാഖണ്ഡ് എന്നാണ്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് നിങ്ങൾക്ക് ലഡാക്ക്. ഓക്കെ, ദാറ്റ് ഇൻഫർമേഷൻ ഇസ് ലൈക്ക് വെരി മച്ച് ക്ലിയർ ഹിയർ. ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ചീഫ്ലി വുമൺ ഇൻ കാശ്മീർ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പശ്മിന ഷോൾസ് ആർ ചീഫ്ലി വുമൺ ഇൻ കാശ്മീർ. അതുകൊണ്ടാണ് ഇതിലെ ഓരോ സാധനവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എടുത്തിട്ടായിരിക്കും UPSC എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. സോ ആസ് സച്ച് യു ക്യാൻ സി ഡയറക്ട്ലി ഈ ഒരു ചോദ്യം ഇവിടുന്ന് വന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ലൈക്ക് റോങ്. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്തു, കട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കുള്ളത് ഈ പറയുന്ന 2 and 3 ആണോ 3 ആണോ എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾക്കറിയാം പശ്മിന ഗോട്ട് ദാറ്റ് yield the fine wool. അതുകൊണ്ടാണ് അതിന് പശ്മിന ഷോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും ഇവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഗോട്ട് യു ക്യാൻ സി പശ്മിന wool is there. അപ്പൊ ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രം ഉണ്ടെങ്കിൽ ബാക്കി ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നുള്ളത് അറിയാം. പശ്മിന ഗോട്ടിൽ നിന്നാണ് പശ്മിന ഷോൾ അല്ലെങ്കിൽ വൂൾ കിട്ടുന്നത് എന്നുള്ളത് അറിയാം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയും വേണം. സോ ദ ആൻസർ ഇസ് ലൈക്ക് 2 and 3. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ടത്. ബാക്കിയുള്ള ഇൻഫർമേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, സോ UPSC അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്.
അപ്പം NCERT പ്രോപ്പറായിട്ട് നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇവിടെ ചാങ്പ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടുള്ള ചോദ്യമാണെങ്കിൽ പോലും ഇഫ് യു ഹാവ് കവേർഡ് ദി NCERT പാർട്ട് റിഗാർഡിംഗ് പശ്മിന ഗോഡ് ആൻഡ് പശ്മിന ഷോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ കറക്റ്റ്. അവൻ ജാങ്പ ട്രൈബൽസിനെ കുറിച്ച് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ആ ആൻസർ നിങ്ങൾ വിടാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു ക്ലിയർ ദ UPSC പ്രിലിംസ്. ഓക്കെ, സോ അതുകൊണ്ട് UPSC പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷേ UPSC അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. ദേ വിൽ ബി ആസ്കിങ് ഇറ്റ് ഇൻ എ വെരി ഡിഫറെന്റ് വേ. സോ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യം കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് വായിക്കുക. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ടോക്സ് അബൌട്ട് ദ ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസം ഇൻ ദ ടിബറ്റ് ആൻഡ് ദ ലഡാക്ക്, അവിടെ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് കേസർ സാഗ ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ടിബറ്റൻ നാഷണൽ എപ്പിക് കേസർ സാഗ are performed and sung by both Muslims and Buddhists. Okay, so കേസർ സാഗ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. And you can see the women waving the pashmina shawl or pashmina wool or like pashmina cord, whatever it may be. Okay, so just അതൊന്ന് ഓർത്ത് വെക്കുക. Then there is the story of the Kerala also. Okay, കേരളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി, it is given over here, you can read it. And there is like different kinds like Vasco da Gama, like arrival of the Portuguese. അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് കേരള, ലഡാക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ സൊസൈറ്റീസും എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ലഡാക്കിലേക്ക് വരുന്ന സമയത്ത് ദർ വർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ചൈനീസ്. ദെൻ അറബ് ട്രേഡേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഇറ്റ് വാസ് ദെയർ ഇൻ ബോത്ത് ലഡാക്ക് ആസ് വെൽ ആസ് ഇൻ കേരള. But the way this Arab traders interacted with Kerala and Ladakh were different. കേരളത്തിലേക്ക് നേരിട്ട് സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ ലൈക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി വെരി മച്ച് കോഡിയൽ. ബട്ട് ഇൻ ലഡാക്കിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് വാസ് മോസ്റ്റ്ലി ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ഇൻവേഷൻ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ്, അതൊക്കെ ലൈക്ക് ഇൻവേഷൻ പാറ്റേണിലാണ് ലഡാക്കിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു അറബ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു അറബ് കോണ്ടാക്ട് വന്നിട്ടുള്ളത്. So the way the society influenced or the contact changed, it also impacted the society also. Okay, so that's also like one way you have to study. Yeah, that's regarding it. Then the most important thing regarding India, this is the unity in diversity. Okay, even though we have like different diversity, different community, different sections of the societies, there different kinds of people are there, we all stands as one. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ഭാവത്തിൽ നമ്മളെല്ലാവരും ഒരുമയോടുകൂടി നിലനിൽക്കുന്നു. ദാറ്റ് ഇസ് ദ സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ ആൻഡ് ദാറ്റ് ഇസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. സോ ദിസ് യു ഷുഡ് റിമെമ്പർ. ഓക്കെ, നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു കൺക്ലൂഷൻ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദിസ് ഡൈവേഴ്സിറ്റി, ഇന്ത്യ സ്റ്റാൻഡ്സ് ഇൻ യൂണിറ്റി ഓർ ഇന്ത്യ സ്റ്റാൻഡ്സ് ആസ് വൺ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷനിൽ ഒരു ലൈക്ക് ഒരു കൺക്ലൂഷൻ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, and here it talks about the Jallianwala Bagh massacre. Okay, Jallianwala Bagh massacre. So ഇതിനെ തുടർന്നിട്ടാണ് പിന്നീട് 1920 ആകുന്ന സമയത്ത് മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ 1919 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നു. അതിനെ തുടർന്ന് 1920 ആകുന്നതോട് കൂടിയിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ബേസിക് ഇൻഫർമേഷൻ യു ഷുഡ് നോ. സോ വാട്ട് ഇസ് Jallianwala Bagh massacre? ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഓക്കെ, സോ ബാക്കി അതിന്റെ ലൈക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കും. ഇവിടെ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ത് കാണുമ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ പഠനത്തിന് ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഇൻഡിപെൻഡൻസ് സ്പീച്ച് ഓഫ് ദി ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഇന്ത്യ ഈസ് അവേക്കണിംഗ് ഇൻ ടു ന്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച്. So while the world is sleeping, India is awakening into എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്പീച്ച്, ഇറ്റ്സ് ലൈക്ക് വെരി ഫേമസ്. You can get the speech in Google. Okay, then we had like different songs, symbols, this all like emerged. Okay, that is actually emerged during the time of the freedom struggle that we started to adopt afterwards also. ഇപ്പൊ ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, ഒരു നാഷണൽ സോങ് ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, we have a symbol. Okay, we have a national flag. This all like
should represent India. And this kinds of like songs, symbols, that all leads to ultimately unity in diversity. When there is national anthem, all of us stand irrespective of our religion, language. The national anthem sing ചെയ്യുന്നത് okay, അതിന്റെ language it will be different from like Malayalam, Tamil, Hindi, Kannada, but everyone stands for it. So that's why we need this kinds of symbols that are actually like generating or that are actually leading to building nationalism. Okay, നമ്മുടെ ഉള്ളിൽ ഒരു nationalist feeling അത് എന്ത് ചെയ്യും ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും, and that nationalism actually leading to unity and diversity. This India എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ബിൽഡ് ചെയ്യാൻ we need these things. Okay, so ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. You have to read it, then try to answer the different questions. Then അടുത്തത് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡൈവേഴ്സിറ്റി ദാറ്റ് ഇസ് ആക്ച്വലി ലീഡിങ് ടു ഡിസ്ക്രിമിനേഷൻ. ഈ ഡിസ്ക്രിമിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദ ബേസിക് ഇഷ്യൂ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഞാൻ മറ്റൊരാളെ കാണുന്നതിൽ ഒരു പ്രജുഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഞാൻ ആൾക്കാരെ കാണുന്നത്. അത് ഒരു ബയാസ്ഡ് ആയിട്ടുള്ള മുൻവിധി. അതിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ലൈക്ക് വുമൺ വീക്കർ സെക്ഷൻ ആണെന്ന് പറയുന്ന പോലെ. ഓക്കെ, അതൊരു ബയാസ്ഡ് ആണ്. ഇറ്റ് ഈസ് ബയാസ്ഡ് ടുവേർഡ്സ് മെൻ ഓർ ബയാസ്ഡ് അഗെയിൻസ്റ്റ് വുമൺ. അത് throughout the history we are carrying this, so that's we call a stereotype. Okay, so here we will be talking about the different kinds of like that stereotyping and like differently abled. Okay, differently abled people also. So here like the different kinds of like language 16,000 like 1600. Then there is a difference between difference and prejudice. Men and women are like different. Men and women are different. A difference we have to accept. Men and women are different. Differences we have to accept. But our differences in the base നമ്മൾ ഒരു hierarchy create ചെയ്യരുത്. One is above the other. ഇത്തരത്തിലുള്ള ഒരു hierarchy വരുന്ന സമയത്താണ് it is becoming prejudice. Okay, അതായത് like most of the compatibilities അല്ലെങ്കിൽ like administrative task അല്ലെങ്കിൽ മെന്റലി സ്ട്രോങ്, ഇതൊക്കെ മെന്നാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾക്ക് കൂടുതലായിട്ട് മെന്നിനെ എടുക്കുന്ന. വുമൺ ഇസ് ഓൺലി ഫോർ ലൈക്ക് ദ ഫാമിലി കെയറിങ് ഓർ ലൈക്ക് ഫാമിലി റിയറിങ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലൈക്ക് ഒരു പ്രജുഡൈസ്ഡ് മൈൻഡ് വരുന്ന സമയത്ത് ദാറ്റ് ഇസ് ആക്ച്വലി ലീഡിങ് ടു ദി പ്രോബ്ലംസ്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യു വിൽ ബി ലേണിംഗ് ഓവർ ഹിയർ. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് പ്രജുഡൈസ് യു ഹാവ് ടു റീഡ് ദിസ്. കാരണം ഈ പ്രജുഡൈസ് എന്ന് പറയുന്നത് ഓക്കെ എത്തിക്സില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എത്തിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രജുഡൈസ് എന്ന് പറയുന്നത്. സോ ഇഫ് ഐ എം കറക്റ്റ് 2022 ഇതിന്റെ ബേസിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും പ്രജുഡൈസ് എന്താണ് എന്നുള്ള രൂപത്തിലല്ല ചോദിക്കുന്നത്, ബട്ട് ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡ് സെറ്റ് ദാറ്റ് വിൽ ബി ഇമ്പാക്ടിങ് ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി സിവിൽ സർവന്റ്. ഇപ്പം എന്റെ കേസിൽ ഇപ്പൊ ഞാനൊരു ലൈക്ക് ഒരു കാസ്റ്റ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ എം തിങ്കിങ് ലൈക്ക് the higher caste like Brahmana, Kshatriyas, they are the superior ones. Okay, there are like certain people saying that I want to be born as a Brahmin in the next birth. അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ. So it showcases their prejudice. അപ്പൊ അങ്ങനത്തെ ഒരു പ്രജുഡൈസർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. One is Brahmin and the other is a Dalit. So obviously I will be prioritizing the Brahmin. അദ്ദേഹത്തിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യാനായിരിക്കും ഞാൻ പ്രയോറിറ്റൈസ് കൊടുക്കുന്നത്. ആൻഡ് ദിസ് ദളിത് ഹി വോണ്ട് ബി ഗെറ്റിംഗ് ജസ്റ്റിസ്. ഹി വോണ്ട് ഗെറ്റ് എ ഫെയർ ആൻഡ് ഈക്വൽ ട്രീറ്റ്മെന്റ് ഫ്രം ദ സിസ്റ്റം, ഫ്രം ദ സൊസൈറ്റി, ഫ്രം ദ ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ടാണ് പ്രജുഡൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡൻ ബി ദെയർ ഇൻ ദ മൈൻഡ് ഓഫ് എ സിവിൽ സർവന്റ്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് 2022 ഒരു ചോദ്യം ഓൾറെഡി UPSC ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും എത്തിക്സിൽ എക്സ്പെക്ട് ചെയ്യരുത്. It will be like indirect ആയിട്ടായിരിക്കും. So this question has already appeared in 2022. പിന്നെ ലൈക്ക് ഇതെനിക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. ബട്ട് എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയതുകൊണ്ട് ഡയറക്റ്റ് ഈ കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ആ ഒരു ട്വിസ്റ്റഡ് വേയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അത് സെർച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാത്തത്. 2022 പേപ്പർ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എത്തിക്സിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ടു നോ അബൌട്ട് ദിസ്. ഓക്കെ, സോ ആ ഒരു കാര്യം ബേസിക് ആയിട്ട് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. Then like one of the most prominent divide or a difference in Indian society is rural versus urban, and this divide is based upon the settlement pattern. Settlement pattern ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിവൈഡ് ആണ് റൂറൽ വേഴ്സസ് അർബൻ എന്ന് പറയുന്നത്.
based upon the population density, based upon the lifestyle, based upon the income generation. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണ് ഇത്. ഓക്കെ, റൂറൽ വേഴ്സസ് അർബൻ. അത് നമുക്ക് ഈവൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. For example, for rural area, we have like village administration or like panchayat administration is there. But for urban area, there are like municipalities, municipal corporation, nagarapalika. So different styles of administration is there because of this rural-urban divide. അതും കൂടെ അതിന്റെ കൂടെ just ഒന്ന് ഓർത്ത് വെക്കുക. So prejudice. What is prejudice? The definition is given here. Means to judge other people negatively or see them as inferior. So it's a like preoccupied mind with biasness towards the others. അതിനാണ് prejudice എന്ന് പറയുന്നത്. The same way, like prejudice is leading to stereotyping. Okay, that particular category. ഒരു generalizing, അതാണ് stereotype സംഭവിക്കുന്നത്. Okay, generalizing people based upon the preoccupied, biased information. അതാണ് എന്തെന്ന് പറയുന്നത് stereotypingലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. Okay, so I think like we will learn about it. അതും കൂടെ അതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ആൻഡ് ഫൈനലി ദാറ്റ് ഇസ് ലീഡിങ് ഇൻ ടു സ്റ്റീരിയോടൈപ്സ്. ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ സ്റ്റീരിയോടൈപ്പ് ആൾസോ. ഓക്കെ, സോ ജസ്റ്റ് ഈ സ്റ്റീരിയോടൈപ്പ് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് എഴുതിയാൽ മതി. ഓക്കെ, arrange the statement given below in those two sections according to what you think in like is appropriate for the section. They are like soft spoken and gentle. ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന ആരാണ്? മെൻ ഓർ ബോയ് ഓർ ലൈക്ക് ഗേൾസ് ഓർ ബോയ്സ്? സോ ക്യാൻ യു ആൻസർ? They are soft spoken and gentle. Girls അല്ലേ സോഫ്റ്റ് സ്പോക്കൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. Okay, definitely like it will be coming like girls. So this is called like stereotyping. സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളത് ഗേൾസ് ആണ് അല്ലെങ്കിൽ ജെന്റൽ ആയിട്ടുള്ളത് ഓൾവേസ് ഗേൾസ് ആണ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി സ്റ്റീരിയോടൈപ്പിംഗ്. ദെൻ ഫിസിക്കലി സ്ട്രോങ്, ഇതൊരു സ്റ്റീരിയോടൈപ്പിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി ഇറ്റ് ഇസ് ആൾസോ എ ഫാക്ട്. അത് ലൈക്ക് ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻ ആൻഡ് വുമൺ ആർ ദെയർ. സോ ഇറ്റ്സ് ബയോളജിക്കലി. കാരണം അപ്പർ ബോഡി പാർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ബോഡി പാർട്ടിലുള്ള മസിൽസ് മെൻ ആൻഡ് വുമൺ കമ്പയർ ചെയ്യുന്ന സമയത്ത് മെൻ ഇസ് ഹാവിംഗ് ലൈക്ക് 60% ഹയർ മസിൽസ്. സോ ബയോളജിക്കലി അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ലൈക്ക് ഒരു കോമ്പാറ്റിൽ അല്ലെങ്കിൽ ലൈക്ക് ഇത്തരം കോമ്പാറ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് സ്പോർട്സ് ഐറ്റംസിലൊക്കെ വുമൻസിന് മെന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാക്ട്. ഫിസിക്കലി സ്ട്രോങ് ആണെന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ദെൻ ലൈക്ക് നോട്ടി, ദെൻ ഡാൻസ് ആൻഡ് പെയിന്റിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ബി ഗേൾസ്. ഡോണ്ട് ക്രൈ, ഇത് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ആൻഡ് ദിസ് വിൽ ബി ഫോർ ബോയ്സ്. നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് സൊസൈറ്റി പഠിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ പാട്രിയാർക്കിനെ കുറിച്ച് പഠിക്കും. ആ പാട്രിയാർക്കിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദ വുമൺ ആർ സഫറിങ്, ബട്ട് ദ സെയിം വേ മെൻ ആർ ആൾസോ സഫറിങ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിംഗ് എ ഡബിൾ ബർഡൻ, പാട്രിയാർക്കി. സോ ദ മെൻ ഷുഡന്റ് ക്രൈ. അപ്പൊ നമ്മളിത് കരയാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ലീഡിങ് ടു ലൈക്ക് ഒരു ഇമോഷണൽ ചാനൽ, ഒരു ഇമോഷണൽ ചാനലൈസിങ് സംഭവിക്കുന്നില്ല. ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരി ഓൺ അവിടെ നടക്കുകയാണ്. ആൻഡ് ഫൈനലി ദർ വിൽ ബി ലൈക്ക് എ ബേസ്റ്റിംഗ് ഔട്ട്. അപ്പം മെന്നാണ്, നീ ഒരു ആൺകുട്ടിയാണ്, കരയാൻ പാടില്ല, യു ഷുഡ് ബി സ്ട്രോങ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ബേർഡൻ ഓഫ് ഓവർ എക്സ്പെക്ടേഷൻ ഓർ എ ബിഹേവിയറൽ പാറ്റേൺ ഇൻ ദ സൊസൈറ്റി. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് UPSC SIL ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി എനിക്കത് കിട്ടുമെന്ന് അറിയില്ല. ഇൻ ലാസ്റ്റ് 2 or 3 ഇയേഴ്സിലാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. 20 or 21. 20 വന്നിട്ടുള്ള ചോദ്യമാണ്. Patriarchy is the least noticed yet the most significant structure of the social inequality. അവിടെ നമ്മൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മെൻ how they are like being treated. Okay, gender role and stereotypes. ഇതാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതിൽ മെന്റെ കാര്യം ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഇൻക്ലൂഡ്. ജസ്റ്റ് പാട്രിയാർക്കി എന്ന് പറയുന്ന സമയത്ത് വുമന്റെ മാത്രമായിട്ടുള്ള കാര്യം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. യു ഷുഡ് ഇൻക്ലൂഡ് the men case also. Okay. Then there were like there is like a very, very important question was there that I want to show you. 23, let me check 23 ആണെന്നുള്ളത്. Yeah, this one. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഗേൾസിനെ മാത്രമല്ല നിങ്ങൾ പാട്രിയാർക്കിയിൽ കൺസിഡർ ചെയ്യേണ്ട ബോയ്സിനെ കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാര്യം UPSC ആസ് സച്ച് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഗേൾസ് ആർ വെയ്ഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻ, ബോയ്സ് വിത്ത് ഡിമാൻഡ് ടു ഈക്വലി ഹാർംഫുൾ ഡിസിപ്ലിൻ. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഡിമാൻഡിങ്, മെന്റലി ലൈക്ക് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പോലും ദേ ഷുഡന്റ് ക്രൈ. സോ ഇറ്റ്സ് എ ഡിമാൻഡ് ഫ്രം ദ സൈഡ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ വൺ ആസ്പെക്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് യു വിൽ ബി ഓട്ടോമാറ്റിക്കലി പ്രിപ്പയറിംഗ് ഫോർ ദി essay also. So like I'm just showing the diversity, like how you have to consider, you have to link, you have to think, and how you should prepare for the UPSC. Okay, so believes that crying is a sign of the weakness. Okay, so it's like both boys and girls want to cry. Everyone will be having like different feelings, emotions, and crying is one way of like letting go of those emotions, or else those emotions will hurt us. അപ്പൊ ഒരു ഇമോഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വേ ആണ്, ഒരു റിലീഫാണ് ക്രൈങ് എന്ന് പറയുന്നത്. ബട്ട് ദ ബോയ്സ് ആർ നോട്ട് സപ്പോസ്ഡ് ടു ക്രൈ. ഓക്കെ, ലൈക്ക് ആസ് യു ക്യാൻ സി ലൈക്ക് ബോയ്സ് ആർ ബ്രേവ്, ദേ ഡോണ്ട് ക്രൈ. ദിസ് ഇസ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ദ ടീച്ചിങ് ദാറ്റ് ദ സൊസൈറ്റി ഈസ് ഗിവിംഗ്. ഓക്കെ, so just read all these things regarding the stereotype. Then this also I told you that the society, because of the diversity, it creates inequality, and that inequality is leading to discrimination. And one form of discrimination I told you already. Okay, അതായത് ലൈക്ക് കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ആൾക്കാർ, പിന്നെ ഞാൻ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും ആൾക്കാരെ. ഓക്കെ, സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ കാസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അതുമല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാനൊരു ലോവർ കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് ഈ ഹയർ കാസ്റ്റിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, അവരോട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഒരു ലൈക്ക് ഒരു ഹയർ കാസ്റ്റിനുള്ള ഒരാൾ എന്നെ കാണാൻ വന്നു കഴിഞ്ഞാൽ, ഞാനൊരു ലൈക്ക് ഒരു IAS ഓഫീസറാണ്, ഐ വിൽ കീപ് ഹിം വെയിറ്റിംഗ്. കാരണം എന്താണ്, ഐ ഹാവ് പ്രജുഡൈസ്ഡ് മൈൻഡ് അഗെയിൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. സോ an IAS officer or like an administrative officer or any government civil servant shouldn't be like that. He shouldn't be like that. Okay, so ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ദിസ് ഇസ് ലീഡിങ് ടു. ഇനി ഡിസ്ക്രിമിനേഷന്റെ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം, യു ഷുഡ് ലേൺ. ഓക്കെ, സോ ഇതിന്റെ ബേസിലുള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അതായത് ലൈക്ക് ഒരു വീട്ടിൽ പാല് കൊടുക്കുന്നത്, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഡാണ്. പാല് കൊടുക്കുന്നുണ്ട്, ലൈക്ക് കുട്ടി, ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട്, ആ ആൺകുട്ടിക്ക് ഫുൾ ഗ്ലാസ് പാല് കൊടുക്കുന്നുണ്ട്, പെൺകുട്ടിക്ക് ഹാഫ് ഗ്ലാസ് ആണ് കൊടുക്കുന്നത്. സോ ദിസ് ഇസ് എ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഹൗസ് ഇറ്റ്സെൽഫ്. പണ്ട് ലൈക്ക് ഒരു മലയാളം ആക്ട്രസ് ഈ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവർ പറഞ്ഞ കാര്യം ഇറ്റ്സ് ലൈക്ക് വെരി വെരി റെലവെന്റ്. അവർ പറഞ്ഞിട്ടുള്ളത് ഒരു പൊരിച്ച മീനിന്റെ ഒരു കേസാണ്. നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ട്രോളുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് വീട്ടിലെ എന്റെ ഏട്ടന് പൊരിച്ച മീൻ കൊടുക്കാറുണ്ടായിരുന്നു, ബട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. സോ ദിസ് ഇസ് എ റിയാലിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റി കുറെ കൂടെ ഒക്കെ ലൈക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇറ്റ് വാസ് ഡ്യൂറിങ് ഹെർ ചൈൽഡ്ഹുഡ് ഷീ മേ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അപ്പൊ അതൊരു വളരെ ചെറിയ കാര്യമല്ലേ, പൊരിച്ച മീനിന് വേണ്ടിയിട്ട് അടി കൂടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, but that showcases the discrimination deep rooted within the society. Okay, അപ്പൊ ഇത്തരത്തിലുള്ള സ്മാൾ ജസ്റ്റേഴ്സ് അതെന്ത് ചെയ്യും, വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഗേള് അവൾ അടുത്ത ജനറേഷനിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് അവളുടെ മക്കളെയും അവർ അതേ രൂപത്തിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഷീ വിൽ ബി കൺസിഡറിങ് ബോയ്സ് ഓവർ ദി ഗേൾസ്. So this is like symbolic gestures that we should get rid of. We should get rid of such
symbolic discriminations or like such small scale discriminations. ഇതൊക്കെ you have to like interconnect. Okay, they are like soft and gentle and well behaved. So we often talks this about the girls. Okay, so you have to just go through and read all these things, and we have discussed about the stereotyping. Yeah, like all this experience and the discrimination, അതിന്റെ like different dimensions നിങ്ങൾ ഇത് read ചെയ്യുന്ന സമയത്ത് you will get it. And here it talks about Dalit, untouchables, and also like the scheduled caste. Okay, scheduled caste എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് അത്തരത്തിൽ വന്നിട്ടുള്ള കാസ്റ്റുകളാണ് നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ് ഇറ്റ്. Then like here you can see like Mahar community. Mahar community. So like your Mahar community or like പോരാട്ടത്തിനെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് you will study about it. So just ഇവിടെ ഇതിന്റെ ഒരു ബേസിക് കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെക്കുക, and you will be learning it in connection to the B.R. Ambedkar. Okay, so Mahar communityക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരാളാണ് ഭീംറാവ് അംബേദ്കർ എന്ന് പറയുന്നത്. I think like the story may have given here. Okay, treated as untouchables in Bombay. So you can read this story. And here you can also get the story of Dr. B.R. Ambedkar, 1891 to 1956. Okay, so how he has like finally become the draftman of the Indian Constitution. So basic ആയിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Anyway, just read this story. Okay, must you have to read this information, because UPSCക്ക് like individual ആയിട്ട് ഓരോ ആൾക്കാരെ എടുത്തിട്ട് അവരായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ട് ഇത് ആരാണ്, അല്ലെങ്കിൽ ഒരാളെ തന്നിട്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഏതൊക്കെയാണ് എന്നുള്ള രൂപത്തിലൊക്കെ ചോദ്യം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലാലാ ലജ്പത് റായിനെ കുറിച്ചിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, so this is like one question. With respect to Lala Lajpat Rai, consider the following statement. For Lala Lajpat Rai ne kurichittu angane thanne chodyam vannadana. So the same way you can expect more questions. Okay, so the first statement was he founded the Indian Home Rule League in America. He founded Servants of the People's Society, a non-profit welfare organization in Lahore, which shifted its base to Delhi after partition of India in 1947. So this was like the statement type question. So the same way regarding the Dr. B.R. Ambedkar, we can expect the questions. So you have to study these things and just read this also. Okay, this Mahar community and their fight. Then equality. We have talked about the inequality. Society inequality exists ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. But in order to overcome this inequality and to create an equality, we have like different kinds of measures. Constitutional measures നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 14 and 15 വരുന്നുണ്ട്. Okay, this stands for equality and equal treatment and equality before law. Okay, so that's how the constitution is trying to create equality in the society. ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത്തരത്തിലുള്ള മെഷേഴ്സിന് നമ്മൾ അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് പറയും എന്നും ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അഫർമേറ്റീവ് ആക്ഷൻസ് അതായത് ഇനീക്വാലിറ്റിയെ ഓവർകം ചെയ്തിട്ട് ഒരു ഈക്വൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സിനെ പൊതുവായിട്ട് നമുക്ക് അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, then like temple entry movements ne kurichittu just ivada mention cheyyunnundu. So like there were like different temple entry movements happened across India. നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ like വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, this all were like different kinds of temple entry movement. ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരുന്ന സമയത്ത് rather than temple entry, ആ ടെമ്പിളിന് ചുറ്റും നടക്കാനുള്ള പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. ടെമ്പിളിലേക്ക് എൻട്രി ചെയ്യുന്നുള്ളതല്ല, ഈ ടെമ്പിളിന് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ വേണം എന്നുള്ള അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. Vaikam Satyagraha was a temple entry movement in 1924, and Mahatma Gandhi visited during this Vaikam Satyagraha. And ഈ വൈക്കം സത്യാഗ്രഹയുടെ സമയത്ത് സിഖ് കമ്മ്യൂണിറ്റി കേരളത്തിൽ വന്നിട്ട് അവരവരുടെ ലൈക്ക് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യു വിൽ ലേൺ അബൌട്ട് ഇറ്റ്. ഇപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കാം.
Then like different kinds of affirmative actions നെ കുറിച്ചിട്ട് ഇവിടെ just എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. There are like different kinds of the inequality that existed and how constitution has tried to overcome it. Constitution എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്നുള്ള ബേസിക് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. So just go through it. Okay. So one such measure was government jobs are open to all people. എല്ലാവർക്കും എന്ത് ചെയ്യാം, സിവിൽ സർവന്റ് ആവാനുള്ള എക്സാമിനേഷൻ എഴുതാൻ പറ്റും. Okay, that is equality of the opportunity. Okay, so Article 17 was untouchability and 18 was equality of the opportunity. So everyone can participate. So here it is mentioning about the untouchability, that is Article 17. Okay, so just read about this informations. And ഇതിന്റെയൊക്കെ ബാക്കി ഫർദർ ആയിട്ടുള്ള സാധനം ഈ പറയുന്ന പോലെ പൊളിറ്റി കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കുമ്പോൾ യു വിൽ സ്റ്റഡി അബൌട്ട് ഇറ്റ്. ഓക്കെ, yeah, that's it. And finally, like the preamble of Indian Constitution, you have to read it. If like possible, you have to memorize it. You have to memorize it. Thorough ആയിട്ട്, we the people of India having solemnly resolved to constitute India into the sovereign, socialist, secular, democratic. So likewise, you should be able to say it. And what are the different kinds of the justice that the Constitution ensure? It is like socio-economic and political justice. The types of liberty, liberty of thought, expression, belief, faith, and worship. Then like the equality of status, opportunity, and to promote among all. Then fraternity. And the fraternity is for the dignity of the individual and unity and integrity of the nation. So here you can see the word integrity. And here you can see two words, socialist and secular. ഈ മൂന്ന് വേർഡുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് യു വിൽ ലേൺ ഇറ്റ് ആഫ്റ്റർവേർഡ്സ്. ഓക്കെ, സോ പൊളിറ്റി കുറച്ചുകൂടെ ഡീപ്പിൽ പഠിക്കുന്ന സമയത്ത് യു വിൽ ലേൺ അബൌട്ട് ഇറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ലൈക്ക് ഇറ്റ് ഈസ് ആൾസോ ടോക്കിംഗ് അബൌട്ട് ദ ഇക്വാലിറ്റി. സോ ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഡെപ്തിൽ തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. സോ ഇന്ന് എടുത്ത ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എനിത്തിങ്? ഇല്ല സർ. ഓക്കെ, ഫൈൻ. ഇല്ല സർ. ഓക്കെ, ഗുഡ്, ഫൈൻ. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഈച്ച് ഓഫ് ദിസ് ചാപ്റ്റർ ഇസ് ലൈക്ക് ഒരു ഇതെന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു റോ ഇൻഫർമേഷൻ എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഡെവലപ്മെന്റ് അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ് NCERT-യിലെ ഇത്തരം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതേ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ബിൽഡ് ദാറ്റ് പെർസ്പെക്റ്റീവ് ഓൾസോ. ഓക്കെ, കുറച്ച് ഡീപ്പ് തന്നെ പഠിക്കാം. Okay, so thank you.